ഹായ്. ഇന്ന് ഒരു ബിൽഡിംഗ് റൂൾ തന്നെയാണ് പറയുന്നത്. സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അതായത് റൂൾ 29 8th റൂൾ. അതായത് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ബിൽഡിങ്ങിൻ്റെ വശങ്ങളിലും എവിടെയായാലും, ഫ്രണ്ടിലായാലും വശങ്ങളിലായാലും എവിടെയായാലും നിയമപ്രകാരം ഒഴിവാക്കിയിടേണ്ട ഏരിയയുടെ 50% മാത്രമേ പാർക്കിംഗ് ഏരിയയായി കൺസിഡർ ചെയ്യാവുള്ളൂ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് സംശയം വരുന്നത് നമ്മൾ റോഡുമായിട്ടുള്ള സെറ്റ് ബാക്ക് വരുന്ന സമയത്താണ്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ 5 മീറ്റർ 6 മീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ 6 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുന്ന ആ ഏരിയയുടെ 50% അല്ല, അതിലും കൂടുതൽ നമുക്ക് പാർക്കിംഗ് കിട്ടും. അങ്ങനെ വരുമ്പോൾ പാർക്കിംഗ് കുറച്ച് മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും റോഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് 3 മീറ്ററാണ് റൂളിൽ പറയുന്നതെങ്കിൽ അത് ഓരോ സ്ഥലത്തും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം. സാധാരണ 3 മീറ്ററാണ്. ആ 3 മീറ്ററാണ് റൂളിൽ പറയുന്നതെങ്കിൽ ആ 3 മീറ്റർ ഡിസ്റ്റൻസ് കണക്കാക്കി ആ ഏരിയയുടെ 50% ആണ് പറയുന്നത്. നിയമപ്രകാരം ഒഴിവാക്കിയിടേണ്ട ഏരിയയുടെ 50%. അപ്പോൾ റോഡിൽ നിന്ന് 3 മീറ്ററാണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതെങ്കിൽ ആ 3 മീറ്റർ ഇട്ടിട്ടുള്ള ഏരിയ എടുക്കുക, അതിൻ്റെ 50% പ്ലസ് നമ്മൾ കൂടുതൽ എത്ര സ്ഥലം ഇട്ടിട്ടുണ്ടോ. അപ്പോൾ 5 മീറ്റർ ആണെങ്കിൽ 3 മീറ്റർ കഴിഞ്ഞ് 2 മീറ്റർ ഉണ്ട്. ആ 2 മീറ്റർ ആ ഫുൾ ഏരിയ മുഴുവൻ നമുക്ക് പാർക്കിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം നിയമപ്രകാരം ഒഴിവാക്കിയിടേണ്ട ഏരിയയുടെ 50% പ്ലസ് അതിൽ കൂടുതൽ നമ്മൾ എത്ര സ്ഥലം ഇട്ടിട്ടുണ്ടോ അത് മുഴുവൻ നമുക്ക് പാർക്കിങ്ങിനായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സാധാരണയേക്കാൾ കൂടുതൽ പാർക്കിംഗ് അവിടെ കാണിക്കാനും പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. റൂൾ 29 സബ് റൂൾ 8.